മിക്കവാറും ആൾക്കാർ ഇത് ഇങ്ങനെ ചുളുക്കാറുണ്ട്. എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഇങ്ങനെ ചുളുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റി ഇങ്ങനെ ചുളുക്കും. അപ്പോൾ പല രീതിയിലും നമ്മുടെ നെറ്റി ചുളുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇവിടെ വന്നാണെന്ന് കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടോ എൻ്റെ നെറ്റി നോക്കി ചുളിവ് വരുന്ന കണ്ടോ. അപ്പോൾ ഐബ്രോസ് ഇങ്ങനെ താന്ന് ഇവിടെ ഇങ്ങനെ താന്നിരുന്നാൽ എൻ്റെ ഒരു ഷേപ്പ് നോക്കി കണ്ടോ, എന്തൊരു ബോറാണ്, എന്തോ പോലെ നമുക്ക് പ്രായം ചെന്ന മുഖം പോലെ എന്തോ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മളോ ചക്കരകളെ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ്, നമുക്കൊരു ഏജ് കഴിയുമ്പം തൊട്ട് ചിലവരുടെ 40 വയസ്സ് തുടങ്ങുമ്പം തൊട്ട് ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഇവിടെ ഒരു ചുളിവ് പോലെ വരും, ഇവിടെ ഇങ്ങനെ വര പോലെ വരും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൂപ്പി ഐസ്, അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടം കൊണ്ട് ഈ ഒരു ഏരിയയിൽ ചുളിവ് വരും. അതായത് നമ്മുടെ നെറ്റിത്തടം ഇങ്ങനെ ഈ ഒരു ഐബ്രോസിൻ്റെ അവിടെ വന്ന് ഇങ്ങനെയൊന്ന് സാഗ് ചെയ്യുന്ന പോലെ വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എന്താണ്ട് ചില ആൾക്കാർ ഇങ്ങനെ കൂഞ്ഞു നിൽക്കത്തില്ലേ, ഇങ്ങനെ കൂഞ്ഞു നിന്ന ആ രീതിയിലുള്ള അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രശ്നമുള്ള ആൾക്കാരല്ല, പക്ഷേ എങ്കിലും അവരിങ്ങനെ നിൽക്കത്തുള്ളൂ. അങ്ങനെ നിന്ന് അവരുടെ ആ ഒരു ഷോൾഡർ എപ്പോഴും അങ്ങനെ ആയിപ്പോവും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നിന്നേ വർത്താനം പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് യാതൊരു പ്രശ്നവും കാണത്തില്ല. പക്ഷേ അങ്ങനെ ആയി അവരുടെ ആ ഒരു ബോണ് വളഞ്ഞു പോകും. പിന്നെ അവരുടെ ആ ഒരു ഷേപ്പ് അങ്ങനെ ആയിപ്പോകും അല്ലേ. പലതും നമ്മൾ ഓരോ കാര്യവും ചെയ്താണ് ആ ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ വെറുതെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിന്ന് സംസാരിക്കും, വെറുതെ നമ്മളങ്ങ് നിൽക്കുകയാണ്. പക്ഷേ ഒരു ശീലമാക്കി മാറ്റുവാണ് നമ്മളല്ലേ. നമ്മൾ പതിവായി ചെയ്യുന്ന ശീലങ്ങൾ ദുശീലമായി മാറാറുണ്ടല്ലേ. അതായത് ഇങ്ങനെ നിന്ന് സംസാരിക്കും, ഈ ഒരു സൈഡ് ചരിഞ്ഞ് സംസാരിക്കും, വെറുതെ നമ്മളൊരു രസത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് നിൽക്കും. പക്ഷേ ആ നിപ്പ് നമ്മൾ എപ്പോഴും ഡെയിലി ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് പിന്നെ അങ്ങനെ നിൽക്കാൻ തോന്നത്തുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ഒരു ഷോൾഡർ അങ്ങനെ ആയിപ്പോവും, ആ ഒരു രീതി അങ്ങനെ ആയിപ്പോവും. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ശീലങ്ങളാണ് നമുക്ക് ദുശീലമായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നെറ്റി മിക്കവാറും ആൾക്കാർ ഇത് ഇങ്ങനെ ചുളുക്കാറുണ്ട്. എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഇങ്ങനെ ചുളുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റി ഇങ്ങനെ ചുളുക്കും. അപ്പോൾ പല രീതിയിലും നമ്മുടെ നെറ്റി ചുളുക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു രീതി നമ്മളെപ്പോഴും ചെയ്യുക. ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെ ചുളുക്കും. അല്ലാതെ ചിലർ വെറുതെ ഇരിക്കുമ്പോഴാണ് ചുമ്മാ ഇങ്ങനെ വെക്കും. പല ആക്ഷൻസ് നമ്മൾ കാണിക്കും അല്ലേ. ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു ഫേസ് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നൊരു ഭാഗം, അല്ലെങ്കിൽ ഈ നെറ്റി ആയിക്കോട്ടെ, നെറ്റിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേനും എപ്പോഴും പതിവായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നാണെന്ന് കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടോ എൻ്റെ നെറ്റി നോക്കി ചുളിവ് വരുന്ന കണ്ടോ. അപ്പോൾ ഇപ്പം എപ്പോഴും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു വര വന്ന് വീഴും. അത് മാറാനായിട്ട് ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ചിലവർ എപ്പോഴും ഇങ്ങനെ കൈ കൊടുത്തിരിക്കാറുണ്ട്. ഇങ്ങനെ കൈ കൊടുത്തിരിക്കുമ്പോൾ എന്താണ്, അതൊരു ശീലമായിട്ട് മാറും. ഇങ്ങനെ എപ്പോഴും കൈ കൊടുക്കും. പക്ഷെ അങ്ങനെ ആയി നമ്മുടെ ആ സ്കിന്ന് ഇവിടെ കൊണ്ട് സാഗ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ചുളിവ് ഉണ്ടാകുന്നത്. നമ്മളെന്താണ് ഓരോ കോഷ്ടികളൊക്കെ കാണിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനൊക്കെ ചുളിവുകൾ വരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന കാര്യം പറഞ്ഞ പോലെ, ഇങ്ങനെ കൂടി നിൽക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്താണ് അതൊക്കെ നമുക്ക് ആ ഒരു ശരീരത്തിന് പ്രശ്നവും നമ്മുടെ സ്കിന്നിന് പ്രശ്നവും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിലെ ചുളിവ്, അതായത് ഈ ഒരു റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് ചിലർക്ക് ഇങ്ങനത്തെ റിങ്കിൾസ് കാണും. ചിലർക്ക് ഇവിടെ ഐബ്രോസിൻ്റെ ഇവിടെ, അതായത് ഡ്രൂപ്പി ഐസ്, ഇവിടെ ഇങ്ങനെ താന്ന് ഐബ്രോസ് ഇങ്ങനെ താന്ന് ഇവിടെ ഇങ്ങനെ താന്നിരുന്നാൽ എൻ്റെ ഒരു ഷേപ്പ് നോക്കി കണ്ടോ, എന്തൊരു ബോറാണ്, എന്തോ പോലെ നമുക്ക് പ്രായം ചെന്ന മുഖം പോലെ എന്തോ പോലെ ആയിപ്പോവും. അപ്പം നമുക്ക് എന്താണ് എപ്പോഴും ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഐബ്രോസും കൺതടങ്ങളും ഒക്കെ ലിഫ്റ്റ് ചെയ്ത് നിൽക്കണം. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ആ മുഖത്തിനൊരു ഭംഗി വരത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു മസാജും കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. 35-40 വയസ്സാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തൂക്കം വന്നു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വയസ്സിൻ്റെ ഒരു ഇത് തോന്നിക്കും നമുക്ക്, ആ ഒരു കൺതടം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു മസാജാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാനേ കാണണം. അതുപോലെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നു പോലെ കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടമാകുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മുടെ ഈ മസാജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾ വിഷമിക്കേണ്ട. എപ്പോഴേലും ഒരു ദിവസം നിങ്ങൾക്ക് സക്സസ് ആവും. കാരണം കൂടുതൽ ചുളിവുകളൊക്കെ
വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഒന്നും പെട്ടെന്ന് ആരും ഇന്ന് തേച്ചിട്ട് നാളെ എൻ്റെ ചുളിവ് മാറുമെന്ന് ആരും വിചാരിക്കേണ്ട. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് നമുക്കതിന് റിസൾട്ട് കിട്ടുന്നത്. അതെല്ലാവരും ഓർക്കുക കേട്ടോ. ഏത് കാര്യം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്കതിന് ഒരു ദിവസം റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എന്നാൽ എൻ്റെ ചക്കര കുട്ടികളെല്ലാം ഒന്ന് ഓടി വന്നേ നമുക്ക്. അപ്പം നമ്മുടെ കണ്ടടങ്ങൾ, അതായത് ഏറ്റവും നമ്മുടെ മുഖത്തിന് ഭംഗി കൂട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഐബ്രോസും കണ്ടടങ്ങളും അല്ലേ. അവിടെ തന്നെ എന്തൊരു ക്ഷീണം. ഇപ്പം നമുക്ക് രാത്രിയിൽ ഉറങ്ങാതിരുന്ന് നമ്മൾ ഒരുപാട് നേരം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങാതെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ യൂസ് ചെയ്ത് സ്ഥിരം ഒരു പരിപാടി ആകുമ്പോഴത്തേന് ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കണ്ടടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ. ഇവിടെ എല്ലാം ഡാർക്ക് അടിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചുറ്റിനും കറുപ്പടിച്ചിരിക്കും. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഒരു ലൈറ്റ്, അതായത് ഈ രാത്രിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ലൈറ്റ് കെടുത്തിക്കൊണ്ടായിരിക്കും എല്ലാവരും മൊബൈൽ നോക്കുന്നത് അല്ലേ. ലൈറ്റ് കെടുത്തി രാത്രി സമയങ്ങളിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കണ്ടടങ്ങളിൽ ചുറ്റും കൂടുതലും കറുപ്പുണ്ടാകും. അപ്പം നിങ്ങൾ രാത്രി കാലങ്ങളിൽ സമയത്ത് ലൈറ്റ് കെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കണ്ണിനടിയിൽ കറുപ്പ് വീഴും. ഈ കറുപ്പ് വീഴുമ്പോൾ ഈ കണ്ണിന് ചുറ്റും കറുത്തിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഏജ് തോന്നുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ കണ്ടടങ്ങൾ, അതായത് ഈ ഒരു ഡ്രൂപ്പി ഐസ് വരാതിരിക്കാൻ വേണ്ടി ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്യുക. അപ്പം ഓയിലി സ്കിന്നുള്ളവർ വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആദ്യം കാണിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരൽ നിങ്ങൾ എടുക്കുക. ചൂണ്ടുവിരൽ എടുത്തതിന് ശേഷം നമ്മുടെ ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. ലിഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പൊക്കി പിടിക്കുക. ഇത് നമ്മൾ ഒരു 60 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. 60 സെക്കൻഡ് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഇപ്പം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പം നമ്മൾ ഏത് സൈഡിലോട്ട്, ഇപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ തന്നെ നോക്കുക, ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ തന്നെ നോക്കുക, നേരെ നോക്കുവാണെങ്കിൽ അവിടെ തന്നെ നോക്കിയിരിക്കുക. അല്ലാതെ നമ്മൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട. നേരെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു 60 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 മിനിറ്റ് ആണ് ഞാൻ പറയുന്നത്. 60 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഐബ്രോസ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്ന് പിഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് പിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് പിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ടൊന്ന് പൊക്കുക. അപ്പോൾ നമ്മൾ ഐബ്രോസ് പൊക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണിങ്ങനെ വിടർന്നു വരും. അപ്പോൾ അതേ രീതിയിൽ പതുക്കെ ടൈറ്റ് ആക്കാത്ത വളരെ സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ ഐബ്രോസ് ആദ്യം പിൻ ചെയ്യുക, എന്നിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇത് ഒരു 60 സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. 60 സെക്കൻഡ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോവും അല്ലേ. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ഈ ഒരു ഐബ്രോസിന് പ്രശ്നം, അതായത് ഐബ്രോസൊക്കെ താന്ന ഈ ഒരു കണ്ണിൻ്റെ ചുറ്റും ചുളിവൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു മസാജ് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് 60 സെക്കൻഡ് പിടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 60 സെക്കൻഡിലോട്ട് പോകുന്നില്ല. ഞാൻ 60 സെക്കൻഡ് വെച്ച് ചെയ്യും തോറും ഒരുപാട് വീഡിയോ നീണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ നിങ്ങൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി നമുക്ക് ഈ 2 വിരൽ ഉപയോഗിക്കുക. 2 വിരൽ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. അപ്പം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ണ് താഴോട്ട് നമ്മൾ നോക്കുക, മേളിലോട്ടല്ല താഴോട്ട്. അപ്പം നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ അവിടുത്തെ മസിൽസ് നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മേളിലോട്ട് ഇങ്ങനെ 2 വിരൽ വെച്ച് ഇങ്ങനെ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴോട്ട് നമ്മൾ നോക്കുക. അപ്പോഴാണ് നമ്മുടെ മസിൽസ് നല്ലതായിട്ട് സ്ട്രെച്ച് ആയിട്ടിരിക്കുന്നത് കണ്ണിൻ്റെ അവിടുത്തെ. ഇത് നമ്മളൊരു 60 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞു. ഇപ്പോൾ 3 എണ്ണം ഞാൻ കാണിച്ചു. ഇനി നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണൊന്ന് പതുക്കെ അടച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ചെറിയ രീതിയിൽ, ഒത്തിരി വലിച്ചു പിടിക്കേണ്ട, സോഫ്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നാൽ അത്യാവശ്യം സ്ട്രെച്ചിങ് കൊടുക്കുകയും വേണം. ഇങ്ങനെ നമ്മളൊരു 60 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക.
അതിനുശേഷം നെക്സ്റ്റ് ഈ കൈ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഫസ്റ്റ് ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. സെക്കൻഡ് താഴെ കണ്ണടച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അത് സെക്കൻഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മോതിരവിരലെടുക്കുക. മോതിരവിരലെടുത്ത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണിന് ചുറ്റിനും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു 2 വിരലുകളാണ് ഈ ഒരു മോതിരവിരൽ. അപ്പം മിക്ക വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരും. അപ്പം നമ്മൾ ഈ മോതിരവിരൽ വെച്ചിട്ട് നമ്മളിത് ഇവിടെ ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു ഏരിയ ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് മതി, ഒത്തിരി പ്രഷർ ചെയ്ത് വേണ്ട, വളരെ സോഫ്റ്റായ രീതിയിൽ പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. ഇതൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ പതുക്കെ എടുക്കുക. ജസ്റ്റ് ഈ കണ്ണിൻ്റെ കോർണറിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇത് നമ്മളൊരു 10 വട്ടം ആവർത്തിക്കുക. നെക്സ്റ്റ് ഇത് നമ്മൾ 10 വട്ടം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഈ പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്ത് നിർത്തുക. ഹോൾഡ് ചെയ്യുക 30 സെക്കൻഡ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഐബ്രോസ് എടുക്കുക. അപ്പോൾ ഈ നഖമൊന്നും കൊള്ളരുത്. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു പ്രഷർ പോയിന്റിൽ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക 30 സെക്കൻഡ്. ഇങ്ങനെ നമ്മളൊരു 10 വട്ടം ആവർത്തിക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പം നല്ല രീതിയിൽ ഐബ്രോസ് ഷേപ്പായിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ കണ്ടോ ഈ താഴെ ഈ ഭാഗത്തെ ചുളിവുകൾ എപ്പോഴും നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രത്യക്ഷമാകും. ഏറ്റവും കൂടുതൽ ഏജ് തോന്നിക്കുന്ന ഒരു ഏരിയയാണ് കണ്ണിന് ചുറ്റും കൺതടങ്ങൾ. മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് കണ്ണിനവിടെയാണ് ഒരു ക്ഷീണം വരുന്നത്. നമുക്ക് ആദ്യം അത് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഭയങ്കര ഡ്രൈനെസ് ആകും. അതിനുശേഷമാണ് നമുക്ക് റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ണിന് എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് മസാജ് കൊടുക്കണം. കോൾഡ് കംപ്രഷനും കൊടുക്കണം കേട്ടോ. ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കോൾഡ് കംപ്രഷൻ ഡെയിലി നമ്മൾ കോട്ടണിൽ ഐസ് ക്യൂബ് പൊതിഞ്ഞതിന് ശേഷം ടവലിൽ പിടിച്ചിട്ട് കോൾഡ് കംപ്രഷൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. എന്നാലേ നമുക്കൊരു കണ്ണിനൊരു കൂളിങ്ങും അതുപോലെ നല്ലൊരു എന്താ പറയുക നമുക്ക് കണ്ണിനൊരു ഭംഗിയൊക്കെ നിലനിർത്താനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എക്സസൈസ് കണ്ണിനുള്ള യോഗ മസ്റ്റായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ മസാജിങ്, ഇതൊക്കെ നമ്മൾ മാറി ചെയ്താലേ നമ്മുടെ കണ്ണിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതെല്ലാവരും ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് എടുത്ത് ഹോൾഡ് ചെയ്ത് സൈഡിലെ പ്രഷർ പോയിന്റ് ടച്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു 30 സെക്കൻഡ് വീതം 10 പ്രാവശ്യം നമ്മൾ ചെയ്യുക. ഓക്കെ. മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 വിരലെടുക്കുക. അതിനുശേഷം കണ്ണിൻ്റെ ഇവിടെ ഈ ഒരു താഴെ നമ്മുടെ ഇവിടെയും കണ്ണ് തൊട്ട് താഴെയല്ല ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് വെച്ചതിന് ശേഷം കണ്ണൊന്ന് വിടർത്തി പിടിക്കുക. അപ്പോൾ ഈ താഴത്തെ ഭാഗം നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. മുകളിലൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഇപ്പം ഇങ്ങനെ ഒരിക്കലും ചുളുക്കരുത്. ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു ചുളിവ് വരും. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 10 തവണ നമ്മൾ ആവർത്തിക്കുക. പ്രസ് ചെയ്തു, ലിഫ്റ്റ് ചെയ്തു, ഹോൾഡ് ചെയ്തു 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണിന് ചുറ്റിനുള്ള ആ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു. കണ്ണിന് നല്ല തിളക്കവും കാര്യങ്ങളും കിട്ടാനും സഹായിക്കും. നമ്മളിത് ചെയ്യുന്നത് മൂലം കണ്ണിനത് ഒരു എക്സസൈസ് കൂടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മസാജിങ്ങും കാര്യത്തിലൂടെ നമുക്ക് കണ്ണിന് നല്ല അഴക് കിട്ടാനും ഭംഗി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ 2 വിരൽ വെച്ച് തന്നെ നമ്മുടെ കണ്ണിന് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുക. വലിച്ചെന്ന് പറഞ്ഞാൽ പതുക്കെ ഒന്ന് തടവി വിടുക. കണ്ണിന് മുകളിലും കണ്ണിന് താഴെയും. ഇതൊക്കെ കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ് കേട്ടോ. ഇത് നമ്മളൊരു 10 15 വട്ടം നമുക്ക് ചെയ്യാം. ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ഒരു 2 വിരൽ വെച്ചിട്ട് നമ്മളൊന്ന് അതായത് ഈ 2 വിരൽ ഇണവിരൽ കഴിഞ്ഞിട്ട് ഒരു അടുത്ത വിരലും 2 വിരലും ഉപയോഗിക്കും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണിൻ്റെ മസാജും ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
ചുറ്റിനും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അവിടെ അടിയിലൊക്കെ വളരെ സോഫ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. എങ്ങനെയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കൈയുടെ വെള്ളം ഒന്ന് കണ്ണിൻ്റെ അവിടോട്ട് വെച്ച് കൊടുക്കുക. 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. വീണ്ടും കൈ നന്നായിട്ട് ചൂടാക്കുക, കൈയുടെ വെള്ളം കണ്ണിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 or 6 പ്രാവശ്യം നമുക്ക് ചെയ്യണം. അപ്പോൾ കണ്ണ് നല്ല റിലാക്സ് കിട്ടും. നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടാപ്പിങ്ങും ഇങ്ങനൊരു ഹോട്ട് കംപ്രഷനും കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ് നമ്മുടെ ടവലില്ലേ, ചെറിയ ടവലിനകത്ത് ഒരു ഐസ് ക്യൂബ് പൊതിഞ്ഞ് വെക്കുക. എന്നിട്ട് 2 കണ്ണിലും വെച്ച് കൊടുക്കുക. അത് നമുക്ക് ഐസ് ക്യൂബ് തീരുന്നിടം വരെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ മുമ്പേ ഞാൻ കാണിച്ചു പറയുന്നത് എപ്പോഴും ഒരു ശീലമാക്കുന്ന കാര്യം, ഇങ്ങനെ ചുളുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നെറ്റ് ചുളുങ്ങും. അതൊക്കെ ശീലമുള്ളവർ വെക്കുന്ന മാറ്റി പിടിക്കുക. അല്ലെങ്കിൽ കുറേ ഏജ് വരുമ്പോൾ ആദ്യം നെറ്റിയിൽ ഭയങ്കരമായ ചുളിവ് വീഴും, ഇങ്ങനെ ചുളിവ് വീഴും, ഇങ്ങനെ ചുളിവ് വീഴും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു മസാജും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം നമ്മളത് ഈ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വലിച്ചു വിട്ട് പ്രഷർ പോയിൻറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. എന്തെങ്കിലും മോയ്സ്ചറൈസറോ ഓയിലോ അപ്ലൈ ചെയ്തതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഒന്നാമത് ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ഓയിലോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യണം. എൻ്റെ ഓയിലിയാണ്, അല്ലാതെ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഓയിലി ആയിട്ട് വരും. ഇത് നമ്മളൊരു 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഇവിടെ ഒന്ന് പ്രഷർ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഐബ്രോസിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഇവിടുത്തെ ചുളിവ് മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ താഴത്തെ ആ ഒരു തള്ളവിരൽ അവിടെ ഇരുന്നാൽ മാത്രം മതി, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ക്രോസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഈ ഒരു സെൻറ്ററിലെ ചുളിവ് മാറാനായിട്ട് ഡ്രൂപ്പി ഐസ് വരാതിരിക്കാൻ സഹായിക്കുന്നു. ചുളിവ് മാറി കിട്ടുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 വിരൽ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ പ്രഷർ പോയിന്റിൽ ഈ ഒരു നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കേണ്ടത്. ഇതൊരു 10 വട്ടം നമുക്ക് ചെയ്യാം. എന്നെ വേർത്തൊഴുകുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മുഖം ഒന്ന് തടക്കട്ടെ. എപ്പോഴും നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് നമുക്ക് വേർക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ചൂണ്ടുവിരൽ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചൂണ്ടുവിരൽ എടുത്തിട്ട് ഈ രീതിയിൽ നമ്മൾ ഒരു മസാജ് കൊടുക്കുക. ക്രോസ് മസാജ് കൊടുക്കുക. ഇത് നമുക്ക് നമ്മുടെ നെറ്റിയിൽ എല്ലായിടത്തും കൊടുക്കാം. ഇത് ഒരു മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് പ്രഷർ പോയിന്റിൽ ടച്ച് ചെയ്ത് നിർത്തുക. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. നല്ല രീതിയിലുള്ള നെറ്റിത്തടം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസൊക്കെ നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ടും കൺതടങ്ങൾക്കൊക്കെ നല്ല ഭംഗി കൂട്ടാനായിട്ട് സഹായിക്കുന്ന മസാജുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് മുടങ്ങാതെ ചെയ്യുക. ചെറിയ ചുളിവൊക്കെ ഉള്ളവരെ ഇപ്പോഴേ തന്നെ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് വലിയ ചുളിവിലോട്ട് വരാതിരിക്കും. അത് നമ്മുടെ കൈ ഒന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. നമുക്ക് എപ്പോഴും ഈ ഒരു 2 വിരലേ അതിന് യൂസ് വരുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ചുരുട്ടി പിടിച്ചതിന് ശേഷം പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. എല്ലാം 10 വട്ടം വീതം ചെയ്യുക. ഞാൻ പറയുന്ന 10 വട്ടം എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 10 വട്ടം തന്നെ ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ടാപ്പിങ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് എപ്പോഴും ഫേസിലാണെങ്കിൽ ടാപ്പിങ്ങും പാറ്റിങ്ങും പിഞ്ചിങ്ങും ചെയ്യണം. നെറ്റിലാണെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നെറ്റിയിൽ കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് നമുക്ക് ടാപ്പിങ് മാത്രം മതി. ഇവിടെയൊക്കെയാണ് നമുക്ക് പിൻ ചെയ്യാം. ഇവിടെയൊക്കെ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് കുറച്ച് നേരം ഒരു മിനിറ്റ് അടുത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യം വരാതിരിക്കും. അതായത് റിങ്കിൾസ്, നെറ്റിത്തടങ്ങളിൽ റിങ്കിൾസ് കുറഞ്ഞിരിക്കും, കൺതടങ്ങളിലും റിങ്കിൾസ് കുറഞ്ഞിരിക്കും, കണ്ണിൻ്റെ അവിടെ ചുളിവ് വരുന്നത് കുറയും. അതുപോലെ തന്നെ കണ്ണ് സാഗ് ചെയ്യുന്നത്, ഈ ഒരു ഡ്രൂപ്പി ഐസ്, അതായത് ഞാൻ പറഞ്ഞ ഈ കണ്ണിൻ്റെ ഇവിടെ താഴോട്ട് ഇങ്ങനെ സ്കിന്ന് സാഗ് ചെയ്ത് വരുന്നതും കുറയും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൺതടങ്ങളൊക്കെ നല്ല രീതിയിൽ, ഐബ്രോസൊക്കെ നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ടും ഇവിടെ ഒന്നും ചുളിവുകൾ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ കണ്ണ് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഈ ഭാഗത്തൊന്നും ചുളിവില്ല. ചുളിവ് വരുമ്പോഴാണ് നമ്മുടെ കണ്ണിനൊരു ഭംഗി കുറവ് തോന്നിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ചുളിവില്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്ന മസാജുകളും ഐബ്രോസ് നല്ല ഷേപ്പായിട്ട്. അപ്പോൾ എൻ്റെ ഐബ്രോസ് ഇങ്ങനെ ഇരുന്നാൽ എന്തൊരു വൃത്തി. ഈ ഐബ്രോസ് നോക്കി, ഇതിങ്ങനെ നല്ല ലിഫ്റ്റ് ചെയ്തും ഇതിങ്ങനെ താഴ്ന്നു ഇരുന്നാലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സൈഡ് നമുക്ക് പ്രായം ചെന്ന പോലെ തോന്നിക്കും അല്ലേ? എപ്പോഴും ഒരു പ്രായം ചെന്നൊരു ലുക്ക് തോന്നിക്കുന്നില്ലേ അല്ലേ? ആ സമയത്ത് ഈ സൈഡിൽ അങ്ങനെ തോന്നിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലാണ് നമ്മുടെ ഈ ഒരു ഐബ്രോസ് സ്കിന്ന് സാഗ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള മസാജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അതുപോലെ നമ്മുടെ നെറ്റിത്തടം ഇങ്ങനെ ചുളിച്ച് ഇങ്ങനെ പിടിക്കുകയെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പതിവായിട്ട് പിടിക്കുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചു പോവുക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാവരും ചെയ്തു പോവുക, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം ഇതെല്ലാവരും ഇന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ ചക്കരക്കുട്ടികൾക്കും ബൈ ബൈ.